മരണം വരും. രാമ നീ വന്നല്ലേ? നല്ലൊരു മനുഷ്യനായിരുന്നു, എങ്ങനെ വരാണ്ടിരിക്കും? അറ്റാക്കല്ലായിരുന്നു, എന്തേലൊക്കെ ആയിരിക്കും. പോകേണ്ട സമയത്ത് പോയല്ലേ. നമുക്കൊക്കെ എപ്പോഴാന്ന് ആർക്കറിയാം. അങ്ങോട്ട് മാറി പെട്ടി തേക്കിൻ്റെ ആണെന്നാ പറയണത്. എല്ലാ പ്ലാവിൻ്റെ മതി എന്ന് ഞാൻ പറഞ്ഞു. പൈസ കളയാൻ വേണ്ടി. പയ്യമ്മനുണ്ട് പയ്യൻ. മാമാരെ പറ്റി യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾക്കും സുഖമൊന്നുമില്ലായിരുന്നു. സാരമില്ലടാ, നീ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. നല്ലവരെയൊക്കെ ദൈവം നേരത്തെ വിളിക്കും. 100 അങ്ങനെ വിളിച്ചല്ലേ. അപ്പനെന്താ വലുത് വരായിരുന്ന? അതിങ്ങനെ അങ്ങ് തീർന്നായിരിക്കും. അത് തന്നെ എല്ലാവരും പറയണത്. പോട്ടറാ, അത് സാരമില്ല. പിന്നെ ഇത്രയും പരിപാടിയൊക്കെ നടത്തില്ലേ. പിന്നെ അവൻ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തുനിന്ന് ഒരു 500 രൂപ മേടിച്ചായിരുന്നു. അല്ലത് കുഴപ്പമില്ല, നീ ഇപ്പം തരുമൊന്നും വേണ്ട. ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഇനി അത് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടെങ്കിൽ എന്നാൽ മതി. അവൻ്റെ നോട്ടം എനിക്കങ്ങ് പിടിച്ചില്ല കേട്ടോ. എനിക്കും പിടിച്ചില്ല. പറയാൻ പറ്റാണ്ടായി. എന്നൊക്കെ അത് പൊടിയാന്ന്. എൻ്റെ അപ്പാപ്പൻ കിണ്ടിക്കാതെ കണ്ടിട്ട് തിളപ്പിച്ചായിരുന്നു. കുടിക്കാൻ ഞാനും പോയില്ലായിരുന്നു. ഇല്ലില്ല, പക്ഷെ അത് കിട്ടാണ്ടിരിക്കുവോ? പോയില്ലായിരുന്നു. അല്ല, ഞാൻ പോയായിരുന്നു. ഒരു 1.5 ലക്ഷം രൂപ ചെലവുണ്ട് ഇപ്പൊ. എന്നിട്ടാണ് ഒരു 500 ചോദിച്ചപ്പോൾ തരാൻ എത്ര ബുദ്ധിമുട്ട്. അവന്റെ അവസാനത്തെ വാക്കന്നായിരുന്നു, നിനക്കറിയാവോ? എന്നായിരുന്നു? കാണിച്ചു കൈ ഒന്നേ. അമ്മേനെ നോക്കിക്കോണേ. അങ്ങനെയാണെങ്കിൽ അമ്മേരെ അടുത്ത പെട്ടി നിനക്ക് ഓർഡർ ചെയ്യും. ഒന്ന് പോയി തരാമോ?